പത്തരമാറ്റ് സീരിയലിന്റെ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ആദർശം നയനയും ചേർന്ന് കൂടത്തിന് അനിയെ കണ്ടെത്താണ്. എന്നിട്ട് കൂടെയുള്ളത് ആരാണെന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദു പെട്ടെന്ന് ആ ഒരു ഹെൽമെറ്റ് അങ്ങ് ഊരും. അതോടുകൂടത്തിന് ആദർശം നയനയും ഒന്ന് ഞെട്ടിപ്പോവാണ്. ഓ, നന്ദു ആയിരുന്നോ? അപ്പോ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ പറ്റിച്ച് കറങ്ങാൻ പോവായിരുന്നു അല്ലേ? അപ്പോഴേക്കും നയനക്ക് അങ്ങ് ദേഷ്യം വരാണ്. എന്നിട്ട് ചോദിക്കുന്നത്, നിന്നോട് പല തവണ പറഞ്ഞതല്ലേ അനിയുടെ കൂടെ ഇങ്ങനെ കറങ്ങരുതെന്ന്. നയനക്ക് ദേഷ്യം വന്നിട്ട് നന്ദുവിന്റെ കർണ നീർത്ത ഒറ്റ നങ്ങ് പൊട്ടിക്കാണ്. എന്നാൽ ഇത് കണ്ടോണ്ട് നിൽക്കുന്ന സമയത്തിന് അനിക്ക് വല്ലാത്ത വിഷമായിരിക്കും. അനി പറയുന്നുണ്ട്, ഞാൻ വിളിച്ചിട്ടാണ് ഇവള് വന്നത്, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇവള് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഇവള് വന്നത് എന്ന് പറയും. അപ്പോഴേക്കും ആദർശ് നായനക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വരോട്ടോ. ആദർശ് പറയുന്നുണ്ട്, നന്ദുവിന്റെ വിവാഹം ഉറപ്പിച്ചതാണ് ആ സിയയുമായിട്ട്, എന്നിട്ട് നീ ഇവന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടന്നാൽ ശരിയാവില്ലല്ലോ. അപ്പൊ നന്ദു പറഞ്ഞിട്ട്, ഒരു വിവാഹം എന്ന് പറയുന്നത് അത് മറ്റുള്ളവരുടെ മേലിങ്ങനെ അടിച്ചേൽപ്പിക്കാനൊന്നും സാധിക്കില്ല, അതിനൊക്കെ ആണും പെണ്ണും പ്രിപ്പയർ ആവണം എന്നൊക്കെ പറയും. നയന പറഞ്ഞിട്ട്, ഓ, ഇനിയിപ്പോ ഞങ്ങൾ എന്തെങ്കിലും ഉപദേശിച്ചാൽ നിങ്ങൾക്കത് ഇഷ്ടപ്പെടില്ല എന്ന് മനസ്സിലായി. ഇത്ര കാലം ഇവനായിരുന്നു ഞങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട് നടന്നിരുന്നത്. ഇവൻ പറഞ്ഞതൊന്നും തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു. അതുപോലെ തന്നെയാണ് നന്ദു ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി മുതൽ നന്ദു പറയുന്നതും വിശ്വസിക്കാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് വെറുതെ ഇവിടെ കൂടി നിന്ന് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. നിന്നെ കാണാത്തത് കൊണ്ട് തന്നെ വീട്ടിലെല്ലാവരും ടെൻഷനിലാണ്. നീ മര്യാദക്ക് വീട്ടിലേക്ക് ചെല്ലാൻ നോക്ക് എന്നൊക്കെ പറയാണ് ആദർശ്. അന്നേരം അനിക്കാണെങ്കിൽ ആകെ വിഷമായിരിക്കട്ടെ നന്ദുവിനെ ഇട്ട് പോവാന്. അങ്ങനെ വളരെയധികം വിഷമത്തോടു കൂടി തന്നെ അനി നന്ദുവിനെ നോക്കുന്ന സമയത്തിന് നന്ദുവും അനിയെ നോക്കും. അപ്പൊ പരസ്പരം നോക്കി നിൽക്കുന്നത് കാണുന്ന സമയത്തിന് ആദർശിന് വീണ്ടും ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇത്ര നേരം നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞില്ലേ, ഇനി നീ വീട്ടിലേക്ക് പോവാൻ നോക്കടാ. അവളെങ്ങനെ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, നീ പോവാൻ നോക്കടാ എന്നൊക്കെ പറയും അനിയോട്. അപ്പോഴേക്കും നായന ഇങ്ങ് വാടി എന്നൊക്കെ പറഞ്ഞ് നന്ദുവിനെ പിടിച്ചു വലിച്ച് വണ്ടിയിലേക്ക് കയറടി എന്നൊക്കെ പറഞ്ഞ് വണ്ടിയിലേക്ക് അങ്ങ് കയറ്റും. വണ്ടിയിൽ കയറിയിരുന്നതിന് ശേഷം നായനക്ക് ദേഷ്യം മാറുന്നില്ല. നായന ചോദിക്കുന്നുണ്ട്, എത്ര തവണ ഉപദേശിച്ചാണ് നിന്നെ, അതുപോലെ തന്നെ അനിയെയും. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ഇങ്ങനെ ദേഷ്യത്തോടെ പറയുന്ന സമയത്ത് തന്നെ നന്ദു ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അത് പിന്നെ ചേച്ചി എന്നൊക്കെ പറയും. അന്നേരം വേണ്ട, നീ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് നന്ദുവിന്റെ വായടപ്പിക്കാണ് നയന. ഇതേ സമയത്തിന് ദേവയാനിയാണെങ്കിൽ അനിയെ കാണാത്തത് കൊണ്ട് തന്നെ ആകെ വിഷമിച്ചിങ്ങനെ ഉറങ്ങാതെ കാത്തിരിക്കായിരുന്നു. അനി അങ്ങോട്ടേക്ക് വരുന്നതും കണ്ടുകൊണ്ട് തന്നെ ദേവേനെ വിളിക്കുന്നുണ്ട്, മോനെ നീ എന്താ മോനെ ഇത്ര നേരം താമസിച്ചത്? നിന്നെ കാണാത്തത് കൊണ്ട് തന്നെ വിഷമിച്ച് ആദർശ നയനെ നിന്നെ അന്വേഷിച്ച് ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിരുന്നു. അന്നേരം വല്യമ്മ കുഴപ്പമൊന്നുമില്ല, ഞാൻ അവരെ കണ്ടിട്ടാണ് വരുന്നത് എന്ന് പറയും. ദേവേനി പറഞ്ഞിട്ട്, മോനെ നീ ഇങ്ങനെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നീയും നന്ദുവും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അതുമാത്രമല്ല അവളുടെ വിവാഹം ആ സിയയുമായിട്ട് ഉറപ്പിക്കാനും പോവാണ്. ഇനിയിപ്പോ അതിന്റെ ഇടയ്ക്ക് നീ നന്ദുവിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തർത്ഥമാണുള്ളത്? നീ അയാളുടെ മുന്നിലൂടെ വീണ്ടും നന്ദുവിനെ കാണാൻ ശ്രമിക്കുന്നതൊക്കെ അത് പിന്നെ വലിയ ബുദ്ധിമുട്ടാവില്ല. അപ്പോ അനി പറഞ്ഞിട്ട്, ഞാൻ പറയുന്നത് എന്താണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അയാളെ ഒരിക്കലും നന്ദുവിന് ഇഷ്ടമല്ല. അതെന്താ, അതൊന്നും നിങ്ങൾക്കറിയണ്ടേ എന്ന് ചോദിക്കും. ദേവയാനി ചോദിക്കുന്നുണ്ട്, നന്ദുവിന് അയാളെ ഇഷ്ടമല്ല എന്ന കാര്യം നിനക്ക് എങ്ങനെയാണ് അറിയുന്നത്? നന്ദു ഒരു നല്ല കുട്ടിയായതുകൊണ്ട് തന്നെ നിന്നെ വിഷമിക്കണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമായിരിക്കും അവൾ അത് നിന്നോട് പറയാത്തത്. ആ കാര്യമെങ്കിലും നിനക്കൊന്നും മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ ചോദിക്കും. അനി പറഞ്ഞിട്ട്, പണ്ട് തൊട്ടേ ഞാൻ ഈ വീട്ടിൽ ഒന്നിനും വാശി പിടിച്ചില്ല, ഒന്നും ഞാൻ ആഗ്രഹോടും ആഗ്രഹം പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും എന്റെ ഒരു ആഗ്രഹം വന്നപ്പോൾ എന്റെ കൂടെ നിൽക്കാൻ ആരും തന്നെ ഇല്ലായിരുന്നു. എന്റെ വീട്ടിലേക്ക് കയറി വന്നിരുന്നത് ഒരു രാക്ഷസിയാണ്. എന്റെ മാത്രമല്ല പലവരുടെയും ജീവിതം നശിപ്പിച്ചിട്ട് തന്നെയാണ് അവൾ എവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ഇനി ഒരിക്കലും അങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന എന്റെ വീട്ടുകാരെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയെ കിട്ടുകയാണെങ്കിൽ അത് മതി. അതിനേതായാലും ഇനി ഞാൻ മുതിരില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ മാത്രം എനിക്ക് മതി, അല്ലെങ്കിൽ പിന്നെ എനിക്ക് വിവാഹം തന്നെ വേണ്ടാന്നൊക്കെ പറയും. അന്നേരം ദേവേനി പറഞ്ഞിട്ട്, മോന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ മോന് നന്ദുവുമായിട്ടുള്ള വിവാഹം അതൊരിക്കലും നടക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു വിവാഹത്തിന് നന്ദുവിന്റെ അച്ഛനും അമ്മക്കും ഇഷ്ടമല്ല. അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നതിന് നവ്യക്കും നയനക്കൊന്നും തന്നെ താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ നീ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിവാഹം നടക്കില്ല മോനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അന്നേരം മണി പറഞ്ഞിട്ട്, ആയിക്കോട്ടെ വല്യമ്മേ, എന്റെ ജീവിതം വെച്ചിട്ട് ഇനി ഒരു പരീക്ഷണത്തിന് ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമത്തോടു കൂടെ അവിടെ നിന്നങ്ങ് പോവാണ് അനി. ഇതേ സമയത്തിന് ആദർശ നയന ഇങ്ങനെ മറ്റൊരു വഴിയിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്തിന് നയന ചോദിക്കുന്നുണ്ട്, ഇതെന്താ ആദർശേട്ട ഈ വഴിയിലൂടെ നമ്മൾ പോകുന്നത്? ഇത് എങ്ങോട്ടേക്കാണ് നമ്മൾ ഈ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന്, എനിക്കൊരാളെ കാണാനുണ്ട് എന്ന് പറയും ആദർശ്. ഈ സമയത്ത് ആരെയാണ് ആദർശേട്ട കാണാൻ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശ് പറഞ്ഞിട്ട്, ഇപ്പൊ തന്നെ നമ്മൾ അയാളുടെ അടുത്ത് എത്തും, പിന്നെ ഇപ്പൊ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും. ഞാൻ നേരത്തെ തന്നെ അയാളെ കാണണമെന്ന് ഓർത്തതായിരുന്നു, പക്ഷേ ഈ തിരക്കിനടുത്ത് ഞാനത് വിട്ടുപോയതാണെന്നൊക്കെ പറഞ്ഞ് നേരെ ആ ഒരു ഗസ്റ്റ് ഹൗസിന്റെ അടുത്ത് പോയി വണ്ടി നിർത്തി. അപ്പൊ നന്ദു ചോദിക്കുന്നുണ്ട്, ഇത് സച്ചിൻ സാറിന്റെ ഗസ്റ്റ് ഹൗസ് അല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശ് പറഞ്ഞിട്ട്, അതെ, എനിക്ക് അയാളെന്ന് കാണണം. എന്റെ അനിയുടെ മുഖത്ത് അയാൾ അടിച്ചത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അയാളെന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയുന്ന സമയത്തിന് നയന പറഞ്ഞിട്ട്, അയ്യോ അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ വരാമെന്ന് പറയും. അപ്പൊ ആദർശ് പറഞ്ഞിട്ട്, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ വരണ്ട, പ്രത്യേകിച്ച് നന്ദു തീരെ വരണ്ട. കാരണം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അയാൾക്കത് വല്ലാതെ ചമ്മലായിരിക്കും. ആദർശ് ഏതായാലും സിയെ കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് കയറി പോകുന്ന സമയത്തിന് നയന വിഷമത്തോടു കൂടെ പറഞ്ഞിട്ട്, ഈശ്വര ഇനിയിപ്പോ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കുമെന്നൊക്കെ ചോദിക്കും. അപ്പൊ നന്ദു പറഞ്ഞിട്ട്, ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കട്ടെ എന്ന് പറയും.
നയന പറഞ്ഞിട്ട് നിന്റെ മനസ്സിൽ അത് തന്നെയാണെന്ന് എനിക്കറിയാം. അങ്ങനെയെങ്കിലും ഈ വിവാഹം മുടങ്ങി പോവുകയാണെങ്കിൽ മുടങ്ങി പോട്ടെ എന്നല്ല നീ ചിന്തിക്കുന്നത്. അന്നേരം നന്ദു ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുകയാണ്. ആദർശ് ഏതായാലും അങ്ങോട്ടേക്ക് വന്ന ഉടനെ തന്നെ സച്ചിൻ ഡോറൊക്കെ തുറന്നു കൊടുക്കും. ആദർശ് പറഞ്ഞിട്ട് നിങ്ങൾ എന്റെ അനിയന്റെ കരണത്തടിച്ചു, അത് എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. മുത്തശ്ശൻ അത്രയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് വേണ്ടാന്ന് കരുതിയിട്ടാണ്. പക്ഷേ എന്റെ അനിയന്റെ മുഖത്തെ പാട് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ അത് ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടട്ടെ ആദർശ്. അന്നേരം സച്ചിൻ പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. മൂർത്തി സാർ എന്റെ സ്റ്റേഷനിലേക്ക് വരുന്നതിന് മുൻപേ തന്നെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് അനിയോട് ക്ഷമ പറയാനിരിക്കുമായിരുന്നു. പക്ഷേ അതിന് മുൻപേ തന്നെ സാർ സ്റ്റേഷനിൽ വന്നിട്ട് എന്നോട് സംസാരിച്ചു. ഇപ്പൊ ഏതായാലും എനിക്കതിന് കുറ്റബോധമുണ്ട്. ഞാൻ അതിന്റെ പേരിൽ ക്ഷമ പറയണമെന്നൊക്കെ പറഞ്ഞ് ആദർശിന് മുന്നിൽ വല്ലാതെ അങ്ങ് നല്ല പിള്ള ചമയാട്ടോ സച്ചിൻ പറഞ്ഞിട്ട് അനി ചെയ്തതും ശരിയൊന്നുമല്ല. അനി ഇതിനു മുൻപ് സ്റ്റേഷനിലേക്ക് വന്നിട്ടുണ്ട്. അന്ന് ഞാൻ അവനോട് പറഞ്ഞതാണ് ഇതുപോലെ സ്റ്റേഷനിലേക്ക് വരരുത് എന്ന്. അത് കഴിഞ്ഞും അവൻ അങ്ങോട്ടേക്ക് വന്നു. ആ സമയത്ത് ഞാൻ അനിയോട് മര്യാദക്ക് തന്നെയാണ് സംസാരിച്ചു തുടങ്ങിയിരുന്നത്. എന്നെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അനി സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് നിയന്ത്രണം വിട്ടിട്ട് അനിയെ തല്ലേണ്ടി വന്നത്. അതുപോലെ തന്നെ അനിയുടെ വിവാഹം കഴിഞ്ഞതല്ലേ. അങ്ങനെ വിവാഹം കഴിഞ്ഞ അനി സ്വന്തം ഭാര്യയുള്ളപ്പോൾ മറ്റൊരു പെണ്ണിനെങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടതൊന്നുമല്ലല്ലോ. ആ പെൺകുട്ടി ഇതുപോലൊരു പൊതു സമൂഹത്തിലേക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതൊന്നും തെറ്റല്ല. അനിയുടെ ഭാര്യ അനാമിക ഒരു കംപ്ലൈന്റ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അനി നന്ദുവിന്റെ കൂടെ നടക്കുന്നു, അല്ലെങ്കിൽ അനി നന്ദുവിനെ സ്നേഹിക്കുന്നു എന്നൊരു കംപ്ലൈന്റ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നന്ദുവിനെ തന്നെ അനി അറസ്റ്റ് ചെയ്യേണ്ടി വന്നേനെ. അപ്പോ അനി ചെയ്യുന്നതൊക്കെ ശരിക്കും തെറ്റല്ലേ ആദർശേട്ടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ സച്ചിൻ സംസാരിക്കാണ്. ആദർശ് പറഞ്ഞിട്ട് താൻ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ താൻ ഏതായാലും എന്റെ അനിയനെ അടിച്ചത് ശരിയല്ല എന്ന് പറയുന്ന സമയത്തിന് സച്ചിൻ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, അപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടി, എനിക്ക് നന്ദുവിനെ ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ അതേ വൈബിളൊരു ഒരു കുട്ടിയാണ് നന്ദു. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ വിവാഹം കഴിക്കാനും ഒരുപാട് ഇഷ്ടമാണ്. അതിനിടയ്ക്ക് മറ്റൊരാൾ കയറി വന്നാൽ പിന്നെ എനിക്കത് സഹിക്കും ആദർശ് ഏട്ടാന്നൊക്കെ സച്ചിൻ ചോദിക്കുന്ന സമയത്ത് തന്നെ ആദർശ് പറഞ്ഞിട്ട് ഇല്ല, എനിക്കിപ്പോൾ നിങ്ങളുടെ ഒന്നും മനസ്സിലാവുന്നുണ്ട്. ആദർശ് അത്രയും പറഞ്ഞ് അവിടെ നിന്നെങ്കിൽ ഇറങ്ങി പോകുന്നതോട് കൂടി തന്നെ തന്റെ ആ ഒരു ഡ്രാമ ഏതായാലും ആദർശ് വിശ്വസിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുമായിരിക്കും സച്ചിൻ. ആദർശ് ഏതായാലും വണ്ടിയിൽ കയറിയിട്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിന് നന്ദു പറഞ്ഞിട്ട് ആദർശേട്ടാ, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊന്നും അച്ഛനും അമ്മയും അറിയരുത്. അപ്പൊ നയന ചോദിക്കുന്നില്ല അതെന്തിനാ ഇനി അവരിൽ നിന്ന് മാത്രം ഒളിപ്പിച്ചു വെക്കുന്നത്, അവരേതായാലും അതൊക്കെ അറിയട്ടെ എന്ന് പറയുന്ന സമയത്തിനെ നന്ദു വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലീസ് നയനേച്ചി, അച്ഛന് സുഖമില്ലാത്തതല്ലേ, അതുകൊണ്ട് ഈ കാര്യം ഒരിക്കലും അവരറിയരുത്. ചിലപ്പോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും അറിയില്ല എന്ന് പറയുന്ന സമയത്തിനെ നയന പറയുന്നുണ്ട്, അതെല്ലാം ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടിയിരുന്നത് നീയാണ്. അവര് പറയുന്നതനുസരിക്കാതെ നീ എന്തിനാ പിന്നെ അനിയുടെ പുറകെ പോയത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയും. അന്നേരം നന്ദു വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നത്, പ്ലീസ് ചേച്ചി ഈ ഒരു സമയത്തേക്ക് മാത്രം നിങ്ങളൊന്ന് ക്ഷമിച്ചേക്ക്, ഇത് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ റിക്വസ്റ്റ് ചെയ്യും. അപ്പൊ ആദർശ് പറഞ്ഞിട്ട് ഇതിപ്പോ CI ആയിട്ടുള്ള വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് നന്ദു ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. ഇതിപ്പോ ഞങ്ങൾ ഏതായാലും ഒരു തീരുമാനമെടുക്കുകയാണ്, ആ CIയുമായിട്ട് നിന്റെ വിവാഹം ഉടനെ തന്നെ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നൊക്കെ പറയും. അപ്പോൾ നന്ദുവിന് ദേഷ്യം വന്നിട്ട് നന്ദു പറഞ്ഞിട്ട് അയാൾ ഒരു മഹാബോറനാണ്, എനിക്ക് അയാളെ ഇഷ്ടമല്ല എന്ന് പറയും. അപ്പൊ നയന ചോദിക്കുന്നത്, പിന്നെ നിനക്ക് ആരെയാണ് ഇഷ്ടപ്പെടുന്നത്, ഇനിയിപ്പോൾ നിനക്ക് ഈ ഒരു വിവാഹമല്ല ഏത് വിവാഹം കൊണ്ടുവന്നാലും നീ ഇത് തന്നെ പറയും, കാരണം നിന്റെ മനസ്സിലിപ്പോഴും ആ അനിയാണല്ലോ, അതുകൊണ്ട് തന്നെ നിനക്ക് മറ്റൊന്നിനെയും ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഏത് വിവാഹം കൊണ്ടുവന്നാലും നീ ഇങ്ങനെ ഓരോ കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കുമെന്നൊക്കെ പറയും. നന്ദു പറഞ്ഞതിന് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് പരിഗണിക്കോ, ഈ കാര്യങ്ങളൊന്നും അച്ഛനോടും അമ്മയോടും പറയരുത് എന്ന് പറയും. അപ്പൊ ആദർശ് ഒരു പ്രാവശ്യത്തേക്ക് ഞങ്ങൾ ഏതായാലും ഒന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നേരെ പോവാണ് വീട്ടിലേക്ക്. ഇവര് 3 പേരും ഒന്നിച്ച് വീട്ടിലേക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ടതിനെ കനകദുർഗ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ എങ്ങനെയാണ് ഇവരുടെ കൂടെ ആയതെന്ന് ചോദിക്കും. അപ്പൊ നയന പറഞ്ഞിട്ട് അനിയെ കാണാനില്ലായിരുന്നു, ഞങ്ങൾ അന്വേഷണത്തിലായിരുന്നു, ഞങ്ങളപ്പോൾ ഇവളെയും വിളിച്ചു വരുത്തിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് അന്വേഷിക്കുമായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് അനി എവിടെ, അവനെ കണ്ടു കിട്ടിയോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അവന് കുഴപ്പമൊന്നുമില്ല, അവൻ അവന്റെ കൂട്ടുകാരുടെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ഇന്നിവിടെ വന്നിരുന്നല്ലോ, അച്ഛനും അമ്മയും ചേർന്ന് അവനോട് കുറേയധികം വിഷമങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിൻ്റെതായിട്ടുള്ള വിഷമം അവനും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ അവന്റെ കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടക്കുമായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് അനി എന്തേ അവന് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശ് പറഞ്ഞിട്ട് അതെ, അവനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അപ്പൊ കനകദുർഗ പറഞ്ഞിട്ട് അനിമോനെ ഞങ്ങൾ നന്നായിട്ട് ഉപദേശിച്ചു വിട്ടാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്, അവനിപ്പോൾ ഏതായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണും, ഇനിയിപ്പോൾ വിവാഹത്തിന് തയ്യാറായി നിൽക്കുന്ന ഇവിടെയാണ് നിങ്ങളെല്ലാവരും ഉപദേശിച്ച് നേരെയാക്കേണ്ടതെന്നൊക്കെ പറയും. ആദർശ് പറഞ്ഞിട്ട് ആ വിവാഹം ഒരു നല്ല ബന്ധമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്, അയാളെ കണ്ടാൽ തന്നെ ഒരു ഡീസന്റ് മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയും. അപ്പൊ നന്ദു പറഞ്ഞിട്ട് എനിക്ക് ഏതായാലും ഇപ്പൊ വിവാഹം വേണ്ട, വിവാഹം എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, വിവാഹം എന്ന് പറയുന്നത് ഒരിക്കലും മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കാനൊന്നും കഴിയില്ല, ഏതായാലും എനിക്കിപ്പോൾ വിവാഹം വേണ്ട, ഞാൻ ഒരിക്കലും അച്ഛനും അമ്മക്കും ഒരു ബാധ്യതയാവില്ല, പിന്നെ നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ വിവാഹത്തിന് നിർബന്ധിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് പോവാണ് നന്ദു. അന്നേരം കനകദുർഗ ആകെ വിഷമത്തോടു കൂടെ ഇതിപ്പോ ഇവൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് മോനെ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആദർശ് പറഞ്ഞിട്ട് അതൊന്നും ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട, നമ്മൾക്ക് പതിയെ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവളെ സമ്മതിപ്പിച്ചെടുക്കാമെന്നൊക്കെ പറയും. അങ്ങനെ ആദർശ് നയനയും തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇവളിപ്പോ നന്ദു ഇങ്ങനെ അടഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും കനകെ.
അപ്പൊ കനകദുർഗ പറയുന്നത് പണ്ട് തൊട്ടേ അവൾക്ക് അവങ്ങനെ വിവാഹത്തിനോട് താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവൾക്കൊട്ടും ഇഷ്ടമില്ലാത്ത ഒരാളെ തന്നെ കല്യാണം കഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിനൊക്കെ കുറച്ച് താമസമുണ്ടാവും ഗോവിന്ദേട്ടാന്നൊക്കെ പറയും. അപ്പൊ ഗോവിന്ദൻ പറഞ്ഞിട്ട് ഓ അതിനിപ്പോ ഇനി അത് കുറെ ദിവസം അങ്ങനെ താമസിപ്പിക്കാനൊന്നും പറ്റില്ല, പ്രത്യേകിച്ച് അനി ഈ അവസ്ഥയിൽ നടക്കുമ്പോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വിവാഹം ഉറപ്പിക്കണമെന്ന് പറയാണ് ഗോവിന്ദൻ. കനകദുർഗയും ഗോവിന്ദനും തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നന്ദു കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു സിയയുമായിട്ട് നന്ദുവിന്റെ വിവാഹം നടത്തുമെന്ന് അവരിങ്ങനെ പറയുന്നതും കേട്ട് ആകെ വിഷമത്തോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിന്റെ കുറച്ച് ഭാഗം കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആദർശന് ഏതായാലും സച്ചിദാനന്ദനെ നല്ല രീതിയിൽ തന്നെ ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെ സച്ചിദാനന്ദൻ ഏതായാലും അത് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. അബീനെ കൂട്ടിപ്പിടിച്ച് അനാമികയെ കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ അനിക്കെതിരായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുപ്പിച്ചു എന്ന് മാത്രമല്ല നന്ദുവിനെ കൊണ്ട് തന്നെ അനിയെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നതൊക്കെ ഉണ്ടിട്ട് സച്ചിദാനന്ദൻ. നന്ദുവിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. നന്ദു അതിങ്ങനെ ചെയ്യാൻ മടിക്കുന്ന സമയത്തിന് CI പറഞ്ഞിട്ട് ഇത് മേലുദ്യോഗസ്ഥന്റെ ഓർഡറാണ്, അതുകൊണ്ട് അനുസരിച്ചേ പറ്റൂ എന്ന് പറയും. പാവം നന്ദു മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ അനിയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. പത്തരമാറ്റ സീരിയലിന്റെ അപ്കമിംഗ് റിവ്യൂസും ഡെയിലി റിവ്യൂസും ഒക്കെ ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.